ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഇത്തരത്തിലുള്ള സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഇന്ന് മോർണിംഗിൽ ഏഷ്യയിലുള്ളത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ്, റസൽ 2000 ഇൻഡെക്സ്, ഈ രണ്ട് ഇൻഡെക്സുകളാണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം S&P 500, നാസ്ഡാക്ക് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി സ്റ്റോക്കുള്ള ഒരു മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. എൻവിഡിയയുടെ റിസൾട്ട് വന്നതിന് ശേഷം എൻവിഡിയയിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട്. എൻവിഡിയ 4% താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മൈക്രോസോഫ്റ്റ്, മെറ്റ പ്ലാറ്റ്ഫോം ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും അതുപോലെ തന്നെ കോപ്പർ, ബ്രന്റ്, ക്രൂഡ് ഓയിൽ, ഈ കമ്മോഡിറ്റികളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ബയാസ് ആണ് കാണിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന $5181 പെർ ഔൺസിനാണ്. സിൽവർ $89.67 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ കോപ്പറും ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $21 പെർ ബാരലിനടുത്താണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇറാനും US-ഉം തമ്മിലുള്ള ഡിസ്കഷൻ വീണ്ടും അടുത്ത ആഴ്ചയിൽ നടക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇന്നലെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. US അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ചെറിയൊരു ടെൻഷനൊക്കെ മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് ഇന്നല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് നോക്കുകയാണെങ്കിൽ IPO മാർക്കറ്റിൽ വീണ്ടും ഒരു സ്ലഗിഷ് സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. PNGC, റേവ ഡയമണ്ട് ജുവലറി 1.3 ടൈംസ് മാത്രമാണ് ഇന്നലെ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഡിസ്കൗണ്ട് ലിസ്റ്റിംഗ് ആവാനാണ് ചാൻസസ് കൂടുതൽ. ലിസ്റ്റിംഗ് ഗെയിം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ സെബി ഗോൾഡ് ETFകൾക്കും സിൽവർ ETFകളിലും ഗോൾഡ് ETFകളിലും സിൽവർ ETFകളിലും മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസ് ആണ്. അതോടൊപ്പം തന്നെ ഗോൾഡ് ETFൻ്റെയും സിൽവർ ETFൻ്റെയും ഈ NAV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്പോട്ട് പ്രൈസിനനുസരിച്ചുള്ള NAV ആയിരിക്കാം ഇനി ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഗോൾഡ് സ്പോട്ട് പ്രൈസിനെ ബേസ് ചെയ്തായിരിക്കും April 1 മുതൽ പ്രൈസ് NAV ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ രണ്ട് ETFകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് തന്നെയാണ്. NSE ചീഫ് പറഞ്ഞിരിക്കുന്നത് F&O മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള റെസിഷൻ കൊണ്ടുവരുന്നതാണ് NSE ചീഫ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലും വലിയ രീതിയിലുള്ള ലോസാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു ഹിൻ്റാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എക്സ്ചേഞ്ചുകളിലെ ടേൺ ഓവറിനെയൊക്കെ ബാധിച്ചേക്കാം. അതേസമയം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്നൊരു ഡിസിഷൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ GDP ഡാറ്റ വരികയാണ്. Q3 GDP ഡാറ്റയാണ്. പുതിയ ബേസ് ഇയർ ആണ്. അതുകൊണ്ട് തന്നെ എക്കണോമിയുടെ ട്രൂ റിഫ്ലക്ഷൻ ആയിരിക്കും GDP ഡാറ്റ എന്നാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 8%-നും 8.3% ഇടയിലൊരു ഡാറ്റ ഫിഗറാണ്. തീർച്ചയായിട്ടും ഇതിനേക്കാളും ബെറ്റർ ഫിഗർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അതൊരു പോസിറ്റീവ് റിയാക്ഷനൊക്കെ മാർക്കറ്റ് അടുത്ത തിങ്കളാഴ്ച കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ട്രേഡിംഗ് അവേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡാറ്റ അനൗൺസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഓർഡർ ബാഗിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ NBCC വലിയൊരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം പ്രൊമോട്ടേഴ്സിൻ്റെ പ്ലഡ്ജിങ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സിൻ്റെ പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജിങ് നടത്തിയിട്ടുണ്ട്. ഈ പ്ലഡ്ജിങ് തീർച്ചയായിട്ടും സ്റ്റോക്കിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അതേസമയം പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ IRB ഇൻഫ്രാ, HCL ടെക്, ഡോളർ ഇൻഡസ്ട്രീസ്, ലാപ്വാല, MSP സ്റ്റീൽ ആൻഡ് പവർ, ഈ സ്റ്റോക്കുകളിലാണ് പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ളത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ സെല്ലേഴ്സ് ആണ്. അതേസമയം നല്ല രീതിയിലുള്ള ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഫണ്ടുകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. ഒരു മ്യൂട്ടഡ് സെൻറ്റിമെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഇൻ ബിറ്റ്വീൻ വന്നേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.